എല്ലാവർക്കും നമസ്കാരം. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? കപ്പയും കൂട്ടി കഴിക്കാൻ. ആദ്യമായിട്ട് ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം ഗരം മസാല, അല്പം മഞ്ഞൾ എല്ലാം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. പോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ സമയം റെസ്റ്റ് എടുക്കട്ടെ. അതിനുശേഷം നമുക്കതിനെടുത്ത് കറി വെക്കാൻ തുടങ്ങാം. ബീഫല്ലേ, നല്ലതുപോലെ എല്ലാം മുളകും എരിവും മഞ്ഞളും ഒക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളേ. നല്ലപോലെ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് മാറാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ആ എണ്ണയിലേക്കിട്ടൊന്ന് ആ പച്ച ഇപ്പോൾ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കാവേ. ചോരവയൊന്നും വരികയല്ല നമ്മളങ്ങനെ എടുത്താൽ. ഇപ്പോൾ ഇറച്ചിക്കകത്ത് ആ വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ അത് നമുക്ക് പറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്കാക്കിയിട്ട് ഒരു 6-7 വിസിൽ കേൾക്കട്ടെ. പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, ഇനി നമുക്ക് കടുക് ഒന്ന് പൊട്ടട്ടെ. ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തത് ഇട്ടു. അല്പം തേങ്ങ കൊത്തിട്ടു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഈ സവോളയൊക്കെ ഒരു ഗോൾഡൻ കളറായി വരട്ടെ. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ്, അല്പം കാശ്മീരി ചില്ലി ചേർക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി അതിന് ചേരുന്നത് ചേർക്കാം. ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ ആ പച്ചമണം ഒന്ന് മാറത്തക്ക രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അല്പം മഞ്ഞളും കൂടി ചേർക്കാം. മഞ്ഞൾ നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്, എന്നാലും അല്പം കൂടി ഈ സവാളയ്ക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ. അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല. ഇറച്ചിക്ക് ഓൾറെഡി ഇച്ചിരി നെയ്യൊക്കെ കാണുമല്ലോ. അപ്പം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി പഴം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ആ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടയണം. അപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അത് ചെറിയ ചൂടിലിരുന്നാൽ മതി. ആ തക്കാളിയുടെ വെള്ളം ഇറങ്ങി തക്കാളി വെന്തങ്ങ് അലിഞ്ഞോളും. അടച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത്, തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിലെ മീറ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ആ അരപ്പ് നല്ലതുപോലെ പിടിക്കും വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റും കൂടെ വേവിക്കണം.
ഈ തക്കാളിയുടെയൊക്കെ അതൊന്ന് നമ്മുടെ കഷ്ണത്തെ പിടിക്കണമല്ലോ. അതും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഒന്ന് അടച്ച് 10 മിനിറ്റ് വെക്കണം. അപ്പോൾ ആ ചാറൊക്കെ ഒന്ന് കുറുകി ആ മസാലകളും എരിവുമൊക്കെ പിടിക്കും. ഇപ്പം കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് കപ്പയും കൂട്ടി കഴിക്കാവേ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ.